നമസ്കാരം. സാധാരണ സിനിമ തുടങ്ങുന്നതിന് മുമ്പാണ് നമ്മളൊരു പത്രസമ്മേളനം നടത്താറ്. തവണ എനിക്ക് ചെറിയ പനി, ചെറിയല്ല ഇത്ര വലിയ പനി വന്നുകൊണ്ടാണ് നമുക്ക് നടത്താൻ പറ്റാതെ പോയത്. ഇപ്പോഴും മരി വിട്ട് മാറിയിട്ടില്ല. എന്നാലും ഈ ചൂടോടെ നിങ്ങളെ കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. സിനിമ ഏതായാലും കുറച്ച് പേരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സിനിമയെപ്പറ്റി നമ്മൾ ഒരുപാട് വിശദീകരണത്തിൻ്റെ ആവശ്യങ്ങളില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവരൊക്കെ ഓരോരുത്തരായി പലരും പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഞാൻ മാത്രമാണ്. പക്ഷേ എന്നെ മാത്രമായിട്ട് ടാർഗറ്റ് ചെയ്യേണ്ട, ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് ഇവരോട് ചോദിക്കാം. ഒരുപാട് ചോദ്യങ്ങളൊന്നുമില്ല. സിനിമ കണ്ടതിന് ശേഷം ഇനി പ്രത്യേകിച്ച് സിനിമയെപ്പറ്റി ചോദിക്കേണ്ട, സിനിമയെ കാണാത്തവർക്ക് സ്പോയിലർ ആകാത്ത തലത്തിലുള്ള ചോദ്യങ്ങളും മറുപടിയും ആകുന്നതാണ് നല്ലത്. ഞങ്ങൾ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അത് അങ്ങനെ മുന്നോട്ട് പോകാനാണ് നമ്മുടെയും ആഗ്രഹം. ഞങ്ങൾ അതിനോട് സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ സംവിധായകൻ ഒരിക്കൽ കൂടി സംസാരിക്കും. Good evening. I'm very happy to be here. എൻ്റെ ഇൻ്റർവ്യൂസൊക്കെ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ ഞാൻ കുറേ മലയാളത്തിൽ ഇങ്ങനെ ഇറങ്ങി സെഞ്ചിരിക്കேன். പക്ഷെ ഇപ്പോൾ സാർ അടുത്തിരിക്കുമ്പോൾ കുറച്ച് നെർവസാണ് എനിക്ക്. അതുകൊണ്ട് I'll try and get over the nervousness. Today I'm very happy to be here for sure, sharing this space with sir. ഞാൻ ഈ ഒരു ഓൾമോസ്റ്റ് ഒരു 8 to 9 months മുമ്പ് ഞാൻ ഈ കഥ ഡോക്ടർ നീരജിനെ എന്ന് കേട്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്കിതൊരു ഇതിപ്പോൾ ഇതാണ് ട്രെൻഡ്, പക്ഷേ ആൻഡ് ഇതൊരു സീക്വൽ അങ്ങനെ ഒരു ഐഡിയ ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് എനിക്കൊരു സീരീസ് ഓഫ് ഫിലിംസ്, ഒരു സീരീസ് ഓഫ് സ്റ്റോറീസ് ഓൺ ദിസ് ഡൊമിനിക്, ഈ ക്യാരക്ടർ ട്രാവൽ ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി, അത്രേ ഉള്ളൂ. ആൻഡ് ദെൻ എനിക്ക് ഡോക്ടർ നീരജ് ഫസ്റ്റ് ഈ കഥ പറയുമ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഇത് മമ്മൂട്ടി സാറിൻ്റെ അടുത്ത് ഇത് കൊണ്ടുപോകണമെന്ന് എനിക്കൊരു തോട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അത് നടക്കാൻ ഒരു 3 months ആയി. സാറിൻ്റെ അടുത്ത് ഇത് ഫസ്റ്റ് പറയുമ്പോൾ ഫസ്റ്റ് സാർ പറഞ്ഞത് ഇൻവെസ്റ്റിഗേഷൻ, ടു മെനി ഫിലിംസ് അതർ ഇൻ കേരള വേണമെന്ന് ചോദിച്ചു. ദെൻ ഐ സെഡ് സർ ലിസൺ ടു ദ സ്റ്റോറി, ഐ എം ഷുവർ യു ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞപ്പോൾ സർ ഹേർഡ് ദ സ്റ്റോറി ആൻഡ് he immediately said we will start shoot in 10 days. And ഇതൊരു 6 months ഉള്ളിൽ നമ്മൾ ഫിനിഷ് ചെയ്തൊരു പ്രോജക്റ്റാണ്. ആൻഡ് ഐ എം വെരി ഹാപ്പി ടു ഹാവ് directed sir and in a film that's produced by him. And I had the support of a great story by Dr. Neeraj and this wonderful team and cast that's sitting next to me. We sir and I know most of the suggestions about casting, and I completely went with his call. Beautiful call it was to cast Sushmita as Nandita, Meenakshi as Pooja, and Vineet sir in the character that he played as Prakash, and almost every other actor who played the character in the film. It was my call to bring Vishnu on board, and sir immediately said yes. And Darbuka Shiva did the music and Anthony did the editing. And I don't mean any lesser than what I'm trying to say, but I'm extremely happy to be here today and with the response that this film is getting.